ബോട്ടണിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് വെറൈറ്റീസ് ആയിരുന്നു. ഓക്കെ, ആ വെറൈറ്റീസ് റൈസ് വെറൈറ്റീസ്, അതേപോലെ തന്നെ ബീറ്റ് വെറൈറ്റീസ്, ഷുഗർ കെയിൻ വെറൈറ്റീസ്, മില്ലറ്റ് വെറൈറ്റീസ്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ വെറൈറ്റീസിനെയൊക്കെ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്, അതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ആ പ്രൊഡ്യൂസ് ചെയ്ത മെത്തേഡിനെ വിളിക്കുന്ന, ആ പ്രോസസ്സിനെ വിളിച്ച പേര് പ്ലാന്റ് ബ്രീഡിംഗ് എന്നായിരിക്കും. എന്ത് വിളിക്കാം? പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് അറിയപ്പെടും. പ്ലാന്റ് ബ്രീഡിംഗിന്റെ സ്റ്റെപ്സ് ആണ് ഇനി പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, എങ്ങനെയാണ് പ്ലാന്റ് ബ്രീഡിംഗ് നടത്തുന്നതെന്ന്. അതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്, ഓക്കെ, നമുക്കൊരു ഓർഗാനിസത്തിനെ ബ്രീഡ് ചെയ്യിക്കണമെങ്കിൽ ആ ഓർഗാനിസവുമായി റിലേറ്റ് ചെയ്ത എല്ലാ സ്പീഷീസിനെയും കളക്ട് ചെയ്യണം. ഇപ്പം നമ്മൾ ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു വാഴയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തെങ്ങാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്രോപ്പ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഏതിനെയാണോ നമ്മൾ ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുക, ഇപ്പൊ തെങ്ങൊന്നും അങ്ങനെ ചെയ്യാറില്ല, കാരണം തെങ്ങൊക്കെ ലൈഫ് സ്പാൻ കൂടിയ ഓർഗാനിസമാണ്. അപ്പൊ നമ്മൾ ഏതിനെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏതിനെയാണോ ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓർഗാനിസത്തിന്റെ എല്ലാ സ്പീഷീസിനെയും കളക്ട് ചെയ്യണം. എല്ലാ സ്പീഷീസിനെയും കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിച്ച പേരാണ് കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? കളക്ഷൻ ഓഫ് വേരിയബിൾസ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി. വേരിയബിൾസ് പലതരം എന്നുള്ള അർത്ഥമല്ലേ? പലതരം എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ആ പ്ലാന്റുമായി റിലേറ്റ് ചെയ്ത എല്ലാ സ്പീഷീസിനെയും കളക്ട് ചെയ്യണം. അതിനെ വിളിച്ച പേരാണ് കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാല്, നമ്മൾ എല്ലാ വെറൈറ്റീസിനെയും കളക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഓർഗാനിസവുമായി റിലേറ്റ് ചെയ്ത എല്ലാ ജീൻസ് നമുക്ക് അവൈലബിൾ ആകത്തില്ലേ? അതിന്റെ എല്ലാ സ്പീഷീസിനെയും നമ്മൾ കളക്ട് ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഓർഗാനിസവുമായി റിലേറ്റ് ചെയ്ത എല്ലാ സ്പീഷീസും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ ആ ജീൻസ് മൊത്തം നമുക്കിപ്പോൾ കിട്ടിയില്ലയോ? ആ കളക്ഷൻ ഓഫ് ജീനെ വിളിച്ച പേരാണ് ജേം പ്ലാസം എന്ന് അറിയപ്പെടും. അഗ്രിഗേഷൻ ഓഫ് ജീൻസ് അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് ജീൻസ് റിലേറ്റഡ് ടു എ സിംഗിൾ ഓർഗാനിസം, അതിനെ വിളിച്ച പേരാണ് ജേം പ്ലാസം അല്ലെങ്കിൽ ജീൻ പൂൾ എന്ന് അറിയപ്പെടും. ജേം പ്ലാസം അഥവാ ജീൻ പൂൾ, അത് ആ കൂട്ടമാണ്, ആ അഗ്രിഗേഷൻ ആണ്. അതിനെയാണ് ജേം പ്ലാസം അല്ലെങ്കിൽ ജീൻ പൂൾ എന്ന് വിളിച്ചത്. ഇനി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല? കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ചിലപ്പോൾ ക്രോസ് ചെയ്യണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്യാം? കുറച്ച് ദിവസം നമ്മളതിനെ സ്റ്റോർ ചെയ്യേണ്ടിയിരിക്കാം. അങ്ങനെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് അറിയപ്പെടും. ക്രയോ പ്രിസർവേഷൻ സ്റ്റോർ ചെയ്യുന്ന മെത്തേഡിന്റെ ഇന്ന പേരാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് അറിയപ്പെടാം. അപ്പൊ നമ്മള് ഏത് ഓർഗാനിസത്തിനെയാണോ ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ വെറൈറ്റികളെയും നമ്മൾ ആദ്യം കളക്ട് ചെയ്തു. ഓക്കെ, എല്ലാ വെറൈറ്റികളെയും നമ്മൾ ഇപ്പം കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഒരു ബൊഫേ സിസ്റ്റത്തിന് പോയിരിക്കുകയെന്ന് വിചാരിക്കുക, ഒരു റിസപ്ഷന് ഒരു ബൊഫേ സിസ്റ്റത്തിന് പോകുമ്പോഴത്തേക്കും ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവരൊരു പ്ലേറ്റ് എടുത്തിട്ട് ആ ബൊഫേ സിസ്റ്റത്തിൽ എന്തെല്ലാം ഐറ്റം ഉണ്ടോ അതെല്ലാം ഒരു പ്ലേറ്റിനകത്ത് മേടിക്കുന്ന കാണാൻ സാധിക്കും. എന്നാൽ മറ്റു ചിലർ അങ്ങനെയല്ല, ഓരോ ഐറ്റമായിട്ടേ മേടിക്കാറുള്ളൂ. എന്നാൽ ചിലര് എന്ത് ചെയ്യും, ഒരു പ്ലേറ്റിനകത്ത് എല്ലാ ഐറ്റംസും, സെന്ററിൽ ചോറ് കാണും, പിന്നെ പൊറോട്ട കാണും, അപ്പം കാണും, അവിടെ എന്തെല്ലാം ഐറ്റംസ് ഉണ്ടോ അതെല്ലാം ഇങ്ങനെ അടുക്കി ആ പ്ലേറ്റിനകത്ത് ഇങ്ങനെ അങ്ങ് വെച്ചിരിക്കും. അപ്പൊ നമുക്ക് ആ ബൊഫേ സിസ്റ്റത്തിൽ എന്തെല്ലാം വെറൈറ്റി ഉണ്ടായിരുന്നോ അതെല്ലാം ആ പ്ലേറ്റിൽ ഇപ്പൊ ഇരിപ്പില്ലേ? അതേപോലെയാണ് എന്തിനാണോ ഏത് പ്ലാന്റിനാണോ നമ്മൾ ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ എല്ലാ വെറൈറ്റീസിനെയും നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാ വെറൈറ്റീസിനെയും കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ ജീൻസ് എല്ലാം നമുക്ക് കിട്ടിയിരിക്കും ആ പാത്രത്തില്. അതിനെ വിളിച്ച പേരാണ് ജേം പ്ലാസം അല്ലെങ്കിൽ ജീൻ പൂൾ. ആ ഓർഗാനിസവുമായി റിലേറ്റ് ചെയ്ത എല്ലാ ജീൻസിന്റെയും അഗ്രിഗേഷൻ, അതിനെ വിളിച്ച പേരാണ് ജേം പ്ലാസം അല്ലെങ്കിൽ ജീൻ പൂൾ. ഓക്കെ, ഇനി കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ബ്രീഡ്സിനെ അല്ലെങ്കിൽ ആ ജീൻസിനെ അന്നേരം തന്നെ ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല.
കുറച്ച് നേരത്തേക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മൾ ആ ബൊഫേ സിസ്റ്റത്തിന്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ബൊഫേ സിസ്റ്റം ചെന്ന് കഴിഞ്ഞാൽ ഈ മേടിച്ച ഉടനെ നമ്മൾ കഴിച്ചു തുടങ്ങുമോ? ഇല്ലല്ലോ. ഇതെല്ലാം മേടിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് പോയി ഇരുന്നതിന് ശേഷമായിരിക്കും നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെയും അത് തന്നെ സംഭവിക്കുന്നേ. ഇവരെന്ത് ചെയ്യണം? കുറച്ച് നേരത്തേക്ക് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ട ആവശ്യമുണ്ട്. ആ സൂക്ഷിച്ചു വെക്കുന്ന മെത്തേഡാണ് ഇത് ക്രയോ പ്രിസർവേഷൻ. ജീൻസിനെ കൺസർവ് ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ക്രയോ പ്രിസർവേഷൻ. ക്രയോ പ്രിസർവേഷൻ -190 ഡിഗ്രി ലിക്വിഡ് നൈട്രജനകത്ത് സ്റ്റോർ ചെയ്യും. അതിനെയാണ് ക്രയോ പ്രിസർവേഷൻ എന്ന് അറിയപ്പെടുന്നത്. -190 ഡിഗ്രി ലിക്വിഡ് നൈട്രജനകത്ത് പ്രിസർവ് ചെയ്യുന്നു. The method is called ക്രയോ പ്രിസർവേഷൻ. ഇനി രണ്ടാമത്തെ പ്രോസസ് എന്താ അറിയാമോ? നമ്മൾ ഈ കളക്ട് ചെയ്തതിനകത്ത് ഒരുപാട് വെറൈറ്റീസ് ഇല്ലേ? ഒരുപാട് വെറൈറ്റീസ്. ആ വെറൈറ്റീസിലെ 2 പേരൻസിനെ നമ്മൾ സെലക്ട് ചെയ്യണം. 2 പേരൻസിനെ. അപ്പൊ രണ്ടാമത്തേത് ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് സുപ്പീരിയർ പേരൻസ്. ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് സുപ്പീരിയർ പേരൻസ്. സുപ്പീരിയർ പേരൻസ് അതെന്താണെന്ന് അറിയണ്ടേ? ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി എന്തുവാ? അതിനെ ഒന്ന് അനലൈസ് ചെയ്യുക. നമ്മൾ ഈ എടുക്കുന്ന പേരൻസ് ആ ഓർഗാനിസം സുപ്പീരിയർ ക്യാരക്ടർ ഉള്ളതാണെന്നും അതിന് ഡിസീസുകളൊന്നും ഇല്ല എന്നും അത് നല്ല ഒരു വെറൈറ്റി ആണ്, നല്ലൊരു ബ്രീഡ് ആണെന്ന് നമ്മൾ കണ്ടെത്തുകയും ചെയ്യണം. അതാണ് ഇവാലുവേഷൻ. എന്നിട്ട് സെലക്ട് ചെയ്യുന്നു. ഇവാലുവേറ്റ് ചെയ്യാൻ മീൻസ് ഒരെണ്ണമാണോ ഇവാലുവേറ്റ് ചെയ്യുന്നത്? അല്ല, നമ്മൾ കളക്ട് ചെയ്ത എല്ലാത്തിനെയും ടെസ്റ്റ്. ഇപ്പൊ നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ ബൊഫേ സിസ്റ്റം നമ്മളെല്ലാം മേടിച്ചു വെച്ചില്ലേ? അതിനകത്ത് എന്ത് ചെയ്യും? ആദ്യം നമ്മളെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. അതല്ലേ ചെയ്യുന്നേ? ആദ്യം എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യും. നിങ്ങൾ ഈ സദ്യക്കൊക്കെ ചെല്ലുമ്പോൾ നോക്കിയാൽ മതി, പ്രായമുള്ള ആൾക്കാരെ നോക്കിയാൽ മതി. അവർക്ക് ഈ സദ്യക്ക് കറികളെല്ലാം വിളമ്പി വെക്കുമ്പോഴത്തേക്കും അവർ ഓരോന്നും ടേസ്റ്റ് ചെയ്യും. എല്ലാ ഐറ്റംസ് ചെയ്തെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കും, അല്ലയോ? അതാണ് ഇവാലുവേഷൻ. നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ വെറൈറ്റീസും എന്ത് ചെയ്യുന്നു? നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. രുചിയുണ്ടോ എന്നല്ല ഇവിടെ നോക്കുന്നത്. ഇവിടെ എന്താ നോക്കുന്നത്? അതൊരു നല്ല ബ്രീഡാണോ, അതിന് എൻവയോൺമെന്റ് സ്ട്രെസ് ഒക്കെ ഓവർകം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നല്ല ഗ്യാമേറ്റ്സ് ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ, അതൊക്കെയാണ് നമ്മളവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ടെസ്റ്റ് ചെയ്ത് അനലൈസ് ചെയ്തതിനെ വിളിച്ച പേരാണ് ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് സുപ്പീരിയർ പേരൻസ്. ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് സുപ്പീരിയർ പേരൻസ്. ഇപ്പൊ നിങ്ങൾ സ്കൂളുകളിൽ കണ്ടിട്ടില്ലേ? ഇപ്പൊ എന്തെങ്കിലും ഒരു ക്രിക്കറ്റ് ടീമോ അല്ലെങ്കിൽ ഫുട്ബോൾ ടീമോ ഒക്കെ സെലക്ട് ചെയ്യാൻ നേരം ആദ്യം എന്ത് ചെയ്യും? താല്പര്യമുള്ള എല്ലാവരും വരാൻ പറയും. ഓക്കെ, അപ്പൊ ഒരുപാട് പേര് കാണും, ഒരുപാട് പേർക്ക് താല്പര്യം കാണും. അവിടെ വന്നിട്ട് ഓരോരുത്തരെ കൊണ്ട് ബൗൾ ചെയ്യിക്കും, ബാറ്റ് ചെയ്യിക്കും. ഫുട്ബോൾ ആണെങ്കിൽ അവർ നമ്മൾ കളിച്ച് കാണിച്ചു തരാൻ പറയും, ഒന്ന് ഷോട്ട് എടുക്കാൻ പറയും, ഒന്ന് ഗോൾ കിക്ക് ചെയ്യാൻ പറയും. അങ്ങനെ പറയുന്നത് എന്തിനു വേണ്ടിയാ? അവിടെ നമ്മൾ പരിശോധിക്കുകയാണ്, ഇവർക്ക് നല്ല ആ ഒരു ഔട്ട്പുട്ട് ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. ആ പരിശോധിക്കുന്ന വിളിച്ച പേരാണ് ഇവാലുവേഷൻ. പരിശോധിച്ച ശേഷം അതിൽ ഏറ്റവും നല്ല ആൾക്കാരെ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ ഒരുപാട് പേര് വേണ്ട, 2 പേരെ മതി. ആ സെലക്ട് ചെയ്ത സെലക്ഷൻ ഓഫ് സുപ്പീരിയർ പേരൻസ്. ഓക്കെ, ആ പേരൻസിനെ സെലക്ട് ചെയ്തു, 2 പേരെ സെലക്ട് ചെയ്തു. ഇനി സെലക്ട് ചെയ്തതില് ആ സെലക്ട് ചെയ്ത 2 പേരൻസിനെയും, മെയിലിനെയും ഫീമെയിലിനെയും പരസ്പരം ക്രോസ് ചെയ്യിക്കണം. അതിനെ വിളിക്കുന്ന പേരാണ് ക്രോസ് ഹൈബ്രിഡൈസേഷൻ. ക്രോസ് ഹൈബ്രിഡൈസേഷൻ among the selected parents. Among the selected parents. നമ്മൾ സെലക്ട് ചെയ്ത പേരൻസിനെ ക്രോസ് ഹൈബ്രിഡൈസ് ചെയ്യിക്കുക. അപ്പൊ അങ്ങനെ ഒരു വെറും ഹൈബ്രിഡൈസേഷൻ അല്ല പറഞ്ഞേ, ക്രോസ് ഹൈബ്രിഡൈസേഷൻ എന്നാ. അതിന്റെ കാരണം പറഞ്ഞു തരാം. ഞാനിപ്പോ 2 പേരൻസിനെ സെലക്ട് ചെയ്തു. അതിലൊന്ന് റെഡ് കളർ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റും മറ്റൊന്ന് വൈറ്റുമാണെന്ന് വിചാരിക്കുക. ഒന്ന് റെഡും മറ്റൊന്ന് വൈറ്റും, അങ്ങനെ 2 പേരൻസ്. അതില് ആദ്യത്തെ ക്രോസില് റെഡിൽ നിന്നുമുള്ള പോളൻ ഗ്രെയിൻസിനെ വൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു വിചാരിക്കുക. ആദ്യത്തെ ക്രോസില് റെഡിൽ നിന്നുമുള്ള പോളൻ ഗ്രെയിനെ വൈറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അപ്പൊ റെഡ് എന്ന് പറയുന്ന പോളൻ ഗ്രെയിനിലേ പോയത്. അതുകൊണ്ട് ആദ്യത്തെ ക്രോസിലെ മെയിൽ ആരായിട്ട് മാറും? റെഡ് കളർ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആയി മാറും. ആ പോളൻ ഗ്രെയിനെ റിസീവ് ചെയ്തതാരാ? വൈറ്റ് ആണ്. അപ്പൊ ഈ വൈറ്റ് ആരായിട്ട് മാറും? ഫീമെയിൽ ആയിട്ട് മാറും. അപ്പൊ ആദ്യത്തെ ക്രോസിനകത്ത് മെയിൽ റെഡും ഫീമെയിൽ വൈറ്റുമാണ്. ഓക്കെ, ഈ ആദ്യത്തെ ക്രോസിലെ പ്രോജനി വളരുന്ന എവിടെയായിരിക്കും? ഈ വൈറ്റ് കളർ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റിലായിരിക്കും. ഇതാണ് ആദ്യത്തെ ക്രോസ്, ഫസ്റ്റ് ക്രോസ്. ഓക്കെ,
എന്നാൽ രണ്ടാമത്തെ ക്രോസില് വൈറ്റിൽ നിന്നുള്ള പോളക്രൈൻസിനെ റെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. വൈറ്റിൽ നിന്നും റെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. വൈറ്റിൽ നിന്നും റെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ വൈറ്റ് മെയിലായിട്ടും റെഡ് ഫീമെയിലുമായിട്ട് മാറും. വൈറ്റ് മെയിലായിട്ടും ഫീമെയില് റെഡ് ആയിട്ട് മാറും. ഇതാണ് രണ്ടാമത്തെ ക്രോസ്. ആ രണ്ടാമത്തെ ക്രോസിലെ പ്രോജനി വളരുന്നത് റെഡിലാണ്. അപ്പൊ ഇവിടെ രണ്ടിടത്ത് രണ്ട് തരത്തിലുള്ള പ്രോജനി ആയിരിക്കും വളരുന്നത്. കാരണം ഹാബിറ്റാറ്റ് ഒരു ഫാക്ടറാണ്. അപ്പം അതുകൊണ്ടാണ് പരസ്പരം എന്ത് ചെയ്തത്, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യിച്ചത്. അതിന്റെ ഒരു കാരണം ഹാബിറ്റ് ഒരു ഫാക്ടർ ആകുന്നു എന്ന് പറയുന്ന കാരണം ഈ വളരുന്ന ഏത് ഓർഗാനിസം ഫീമെയിലല്ലേ വളരുന്നത്, ആ ഫീമെയിലിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വന്നാലോ എന്തെങ്കിലും പുതിയ റീകോമ്പിനേഷൻ അറ്റൈൻ ചെയ്താലോ അത് അറിയുന്നതിന് വേണ്ടിയാണ് ക്രോസ് ഹൈബ്രിഡൈസ് ചെയ്യിച്ചത്. അങ്ങനെ നമ്മൾ ക്രോസ് ഹൈബ്രിഡൈസേഷൻ നടത്തി. ക്രോസ് ഹൈബ്രിഡൈസേഷൻ നടത്തിയാൽ ഒരുപാട് പ്രോജനി പ്രൊഡ്യൂസ് ചെയ്തില്ലയോ, ഒരുപാട് പ്രോജനി പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രൊഡ്യൂസ് ചെയ്ത പ്രോജനീസില് പുതിയതായി ക്രിയേറ്റ് ചെയ്യപ്പെട്ട കോമ്പിനേഷൻസിനെ നമ്മൾ തിരിച്ചറിയണം. അതാണ് സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് superior recombinants. Selection and testing of recombinants. അത് മതി. Selection and testing of recombinants. Okay. അതെന്താണെന്ന് അറിയണ്ടേ? recombinants, selection and testing of recombinants പറഞ്ഞു തരാം. തൽക്കാലം ഞാൻ ഈ സൈഡിലേക്ക് എഴുതുന്നു. ഞാൻ അത് മായ്ച്ചു കളയുകയാണ്. നിങ്ങൾ ക്രോസ് പഠിച്ചില്ലേ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്റർഫറൻസിനകത്ത്? ഇത് 10ാം ക്ലാസ്സിൽ പഠിച്ചു കാണും. 10ാം ക്ലാസ്സില് ടോൾ പ്ലാന്റ് വിത്ത് റെഡ് ഫ്ലവർ ക്രോസസ് വിത്ത് ഡോർഫ് പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവർ, ഇങ്ങനെ ക്രോസ് പഠിച്ചില്ലായിരുന്നോ? അതില് ടോൾ പ്ലാന്റ് വിത്ത് റെഡ് ഫ്ലവർ ക്രോസസ് വിത്ത് ഡോർഫ് പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവർ, നീളമുള്ള ചെടിയിൽ ചുവന്ന പൂവും അത് ആരുമായിട്ട് ക്രോസ് ചെയ്യുന്നു? നീളം കുറഞ്ഞ ചെടിയില് വെള്ള നിറമുള്ള പൂവും തമ്മിൽ ക്രോസ് ചെയ്യുന്നു. ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് F1 കിട്ടിക്കാണും. ആ F1 ക്യാപിറ്റൽ T സ്മോൾ t ക്യാപിറ്റൽ R സ്മോൾ r. ഓക്കേ, അത് ടോൾ റെഡ് ആയിരുന്നു. ടോൾ റെഡ് അത് F1 പ്രോജനിയാണ്. അതിന്റെ F2 എടുക്കത്തില്ലയോ? ഒരു വലിയ ബോക്സ് ഒക്കെ വരച്ച് ആ F2 ന്റെ റേഷ്യോ എടുത്തപ്പം ഫീനോടൈപ്പ് റേഷ്യോ 9:3:3:1 എന്നല്ലേ കിട്ടിയത്? 9:3:3:1. അതിനകത്ത് 9 എന്നറിയപ്പെടുന്നത് ടോൾ റെഡും 3 എന്നറിയപ്പെടുന്നത് ടോൾ വൈറ്റും 3 എന്നറിയപ്പെടുന്നത് ഡോർഫ് റെഡും 1 എന്നറിയപ്പെടുന്നത് ഡോർഫ് വൈറ്റുമാണ്. അതിനകത്ത് ടോൾ റെഡും ഡോർഫ് വൈറ്റും അത് ഓൾറെഡി പേരന്റ്സിനുള്ള ക്യാരക്ടറാണ്. ടോൾ റെഡും ഡോർഫ് വൈറ്റും പേരന്റിനുള്ള ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ ഇതില്ലയോ, നീളം കൂടിയ ചെടിയിലെ വെള്ളപ്പൂവും നീളം കുറഞ്ഞ ചെടിയിലെ ചുവന്ന പൂവും, ഇത് നമുക്ക് കിട്ടിയ പുതിയൊരു കോമ്പിനേഷൻ അല്ലേ? പുതിയൊരു കോമ്പിനേഷൻ അല്ലേ? ആ പുതിയ കോമ്പിനേഷൻ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. പുതിയ കോമ്പിനേഷനെ സെലക്ട് ചെയ്യണം. കാരണം ഒരു ക്രോസ് നടന്നു കഴിഞ്ഞാൽ ആ ക്രോസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് പേരന്റൽ ക്യാരക്ടേഴ്സും കാണും, നോൺ പേരന്റൽ ക്യാരക്ടേഴ്സും കാണും. ക്രോസിന് ശേഷം ഉണ്ടാകുന്ന പ്രോജനികളില് പേരന്റൽ ക്യാരക്ടേഴ്സും നോൺ പേരന്റൽ ക്യാരക്ടേഴ്സും, അർത്ഥം പേരന്റ്സിനുള്ള സ്വഭാവമുള്ള പ്രോജനീസും കാണും, പേരന്റ്സിന് ഇല്ലാത്ത സ്വഭാവമുള്ള പ്രോജനീസും കാണും. ഇവിടെ ടോൾ റെഡ് പേരന്റിനുള്ള ക്യാരക്ടറാ. ഡോർഫ് വൈറ്റ് അത് പേരന്റിന്റെ ക്യാരക്ടറാ. പക്ഷേ ടോൾ വൈറ്റും ഡോർഫ് റെഡും പേരന്റിനുള്ള ക്യാരക്ടേഴ്സ് അല്ല. അപ്പൊ ഇവരെ നമുക്ക് എന്ത് വിളിക്കാം? നോൺ പേരന്റൽ ക്യാരക്ടേഴ്സ് എന്ന് വിളിക്കാം. അതൊരു പുതിയ കോമ്പിനേഷൻ അല്ലേ? അതിനെയാണ് റീകോമ്പിനൻസ് എന്ന് പറഞ്ഞത്. ഓക്കേ, റീകോമ്പിനൻസ് അതിനെ സെലക്ട് ചെയ്യണം. റീകോമ്പിനേഷൻ സെലക്ട് ചെയ്താൽ മതി. ആരെ വേണ്ട? നമ്മുടെ പേരന്റൽ ക്യാരക്ടേഴ്സ് ഓർഗാനിസിനെ സെലക്ട് ചെയ്യേണ്ട. കാര്യം എന്താ? ഓൾറെഡി അവർ നമുക്കുണ്ടല്ലോ. അപ്പൊ ഇല്ലാത്ത ഒരു ഓർഗാനിസം ഏതാണോ അതിനെ സെലക്ട് ചെയ്താൽ മതി. സെലക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതെന്താണെന്ന് അറിയണ്ടേ ടെസ്റ്റിങ്? കാരണം ഈ ഫോം ചെയ്ത നോൺ പേരന്റൽ ക്യാരക്ടറിന് റീപ്രൊഡ്യൂസ് ചെയ്യുവാനുള്ള എബിലിറ്റി ഉണ്ടോ എന്നൊക്കെ അറിയണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ പഠിച്ചപ്പോൾ ഒരു ഹോഴ്സും ആസും തമ്മിൽ ക്രോസ് ചെയ്തു. കിട്ടിയത് എന്തുവായിരുന്നു? മ്യൂളായിരുന്നു. മ്യൂൾ എന്നറിയപ്പെടുന്നത് ഒരു റീകോമ്പിനന്റാ, പേരന്റ് ഇല്ലാത്ത ക്യാരക്ടറാണ്. പക്ഷേ അതിനെ സെലക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായേ
മ്യൂൾ എന്നറിയപ്പെടുന്നത് സ്റ്റെറൈൽ ഓർഗാനിസം ആണ്, റീപ്രൊഡ്യൂസ് ചെയ്യാത്ത ഓർഗാനിസം ആണ്. ഓക്കെ, അതാണ് പറഞ്ഞത് നമ്മൾ റീകോമ്പിനൻസിനെ സെലക്ട് ചെയ്തിട്ട് അതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, അത് റീപ്രൊഡ്യൂസ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ, അല്ലെങ്കിൽ എൻവയോൺമെന്റിനൊക്കെ അത് ഫേവറബിൾ ആണോ എന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതാണ് ഈ സെലക്ഷൻ ആൻഡ് ഇവാലുവേഷൻ, സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോമ്പിനൻസ് അല്ലെങ്കിൽ റീകോമ്പിനൻസ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് ടെസ്റ്റിംഗ്, റിലീസിംഗ് ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ. അതെന്താണെന്ന് അറിയണ്ടേ? കാരണം ഇപ്പോൾ നമുക്ക് കിട്ടിയ പ്രോജനി ഇല്ലേ, ഈ പ്രോജനി റീകോമ്പിനന്റ്, അത് ഓൾറെഡി ഇപ്പൊ എവിടെയാണ് വളർന്നിരിക്കുന്നത്? നമ്മുടെ ലബോറട്ടറി കണ്ടീഷനിലാണ്. എന്നുവെച്ചാൽ നമ്മുടെ ലബോറട്ടറിയിലാണ്. ആ ലബോറട്ടറിയിലെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും അതേപോലെ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് എല്ലാം നമ്മളാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ലബോറട്ടറി കണ്ടീഷനിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹൈ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതേപോലെ ക്വാളിറ്റി നല്ലതാണ്, ക്വാണ്ടിറ്റി നല്ലതാണ്, അതെല്ലാം നമ്മുടെ ലബോറട്ടറി കണ്ടീഷനാണ്. ഇനി ആ ലബോറട്ടറിയിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മുടെ ഓപ്പൺ ഫീൽഡിലേക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓപ്പൺ ഫീൽഡില്, കാരണം നമ്മുടെ നാച്ചുറൽ ക്ലൈമാറ്റിക് കണ്ടീഷനിലേക്ക് ചെല്ലുന്ന സമയത്ത് അതേ ഔട്ട്പുട്ട് തന്നെയാണോ കിട്ടുന്നതെന്ന് അറിയണ്ടേ? ആ ഔട്ട്പുട്ടിലേക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഒരു തവണ ടെസ്റ്റ് ചെയ്താൽ മതിയോ? അല്ല, 4 or 5 ജനറേഷൻ നമ്മൾ നോക്കണം. നോക്കി നമ്മൾ റിലീസ് ചെയ്തതിനു ശേഷം സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? അത് കൊമേഴ്സ്യലൈസ് ചെയ്യുക. പുതിയ കൾട്ടിവേറ്റേഴ്സിന്, പുതിയ കർഷകർക്ക് നമുക്കത് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് നൽകുവാൻ സാധിക്കും. ഇതിന്റെ പേരാണ് ടെസ്റ്റിംഗ്, റിലീസിംഗ് ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ. ഇപ്പൊ നമ്മുടെ സ്കൂളിലെ പ്രോഗ്രാമൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അവര് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് എവിടെയാ? ഡാൻസ് പ്രാക്ടീസ് നടത്തുന്നൊക്കെ അവർ ഏതെങ്കിലും ഒരു സ്കൂളിന്റെ കോർണറിൽ, ഏതെങ്കിലും ക്ലാസ് റൂമിന്റെ കോർണറിൽ അവിടേക്ക് ആയിരിക്കും ചെയ്ത് നോക്കുന്നത്. എന്നിട്ട് ആ സ്റ്റേജ് ഫിയർ മാറുന്നതിന് വേണ്ടി അവരെല്ലാം പഠിച്ചതിന് ശേഷം ചിലപ്പോൾ സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്ത് നോക്കും, ആ സ്റ്റേജ് ഫിയർ ഒക്കെ മാറാൻ വേണ്ടി. ചിലപ്പോൾ 1 തവണയോ 2 തവണയോ അങ്ങനെ സ്റ്റേജിൽ തവണ നോക്കി കഴിയുമ്പോഴത്തേക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറുകയും അവർക്ക് നല്ല രീതിയിൽ ആ മത്സരത്തിനോ അല്ലെങ്കിൽ ആ പ്രകടനമൊക്കെ നമുക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. ഇതാണ് അവസാനത്തെ സ്റ്റെപ്പ്, ടെസ്റ്റിംഗ്, റിലീസിംഗ് ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ എന്ന് അറിയപ്പെടും. ടെസ്റ്റിംഗ്, റിലീസിംഗ് ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ, ഇതാണ് 5 സ്റ്റെപ്പ്. ഫസ്റ്റ് വൺ കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി, രണ്ടാമത്തേത് ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് സുപ്പീരിയർ പേരന്റ്സ്, മൂന്നാമത്തേത് ക്രോസ് ഹൈബ്രിഡൈസേഷൻ എമംഗ് ദി സെലക്ടഡ് പേരന്റ്സ്, നാലാമത്തേത് സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോമ്പിനൻസ്, അഞ്ചാമത്തേത് ടെസ്റ്റിംഗ്, റിലീസിംഗ് ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ ടു ന്യൂ കൾട്ടിവേറ്റേഴ്സ്. ഓക്കേ, ഇതാണ് 5 സ്റ്റെപ്പ്. ഈ 5 സ്റ്റെപ്പ് നമ്മൾ കാണാതെ പഠിച്ചിരിക്കണം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഓക്കേ, ഒന്ന് സെലക്ഷൻ ഓഫ് വേരിയബിലിറ്റി, രണ്ടാമത്തേത് ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് സുപ്പീരിയർ പേരന്റ്സ്, ക്രോസ് ഹൈബ്രിഡൈസേഷൻ എമംഗ് ദി സെലക്ടഡ് പേരന്റ്സ്, 4 സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോമ്പിനൻസ്, അഞ്ചാമത്തേത് ടെസ്റ്റിംഗ്, റിലീസിംഗ് ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ ടു ന്യൂ കൾട്ടിവേറ്റേഴ്സ്. ഓക്കേ, ഇതാണ് നമ്മുടെ 5 സ്റ്റെപ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കേ, ഈ 5 സ്റ്റെപ്സിലൂടെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ വെറൈറ്റീസിനെ എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റൈസിന്റെ വെറൈറ്റീസ് ആയ അയ്യാറട്ട്, കാൽഷ്യൂനേറ്റീഫസ്, ജയ, രത്ന, പൊക്കാളി, ജോവറാൻ മാത്ര, കല്യാൺ സോണ, സൊണാലിക, പിന്നീട് സക്കാരം വംശനാന, സക്കാരം ബാർബറി, ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ ബ്രീഡിങ്ങിലൂടെയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ ഇതിന് ചില ഡിമെറിറ്റ്സ് ഉണ്ട്, ചില ലിമിറ്റ്സ് ഉണ്ട്. ഓക്കേ, ആ ലിമിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പറഞ്ഞ പ്ലാൻ ബ്രീഡിങ്ങിന് ചില ലിമിറ്റ്സ്, ചില ഡിമെറിറ്റ്സ്, ചില ഡ്രോബാക്സ്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇറ്റ്സ് എ ടൈം കൺസ്യൂമിംഗ് പ്രോസസ്. ഓക്കേ, ടൈം കൺസ്യൂമിംഗ് പ്രോസസ്, ഒരുപാട് സമയമെടുക്കും. ഒരുപാട് സമയം ചില ആദ്യം എല്ലാത്തിനെയും കളക്ട് ചെയ്യണം, എന്നിട്ട് ക്രോസ് ഹൈബ്രിഡൈസ് ചെയ്ത് നോക്കണം, പേരൻസിനെയൊക്കെ സെലക്ട് ചെയ്ത് ക്രോസ് ഹൈബ്രിഡൈസ് നോക്കണം, പിന്നീട് റീകോമ്പിനൻസിനെ സെലക്ട് ചെയ്യണം, എന്നിട്ട് ആ റീകോമ്പിനൻസ് സെലക്ട് ചെയ്തിട്ട് അതിനെ വീണ്ടും ബ്രീഡ് ചെയ്യിക്കണം. ആ റീകോമ്പിനൻസിനെയാണ് വീണ്ടും എന്ത് ചെയ്ത് ബ്രീഡ് ചെയ്യിക്കണം. 1, 2 അല്ല, 4, 5 ജനറേഷൻ ഒക്കെ ബ്രീഡ് ചെയ്യിച്ച് നോക്കണം. ഒരുപാട് സമയമെടുക്കും, അത് ഒരു ഡ്രോബാക്ക് ആണ്. രണ്ടാമത്തേത്
ലോങ്ങർ ലൈഫ് സ്പാൻ ഉള്ള ഓർഗാനിസത്തിൽ ഈ പ്രോസസ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലോങ്ങർ ലൈഫ് സ്പാൻ ഉള്ള ഓർഗാനിസത്തിൽ ഈ പ്രോസസ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ നമ്മള് ഒരു തെങ്ങ് എടുക്കുകയാണ്. ഒരു തെങ്ങ് അല്ലെങ്കിൽ ഒരു എക്സ് എന്നറിയപ്പെടുന്ന പ്ലാന്റ്, ഒരു പ്ലാന്റ് എക്സ്, അതിന്റെ ലൈഫ് സ്പാൻ എന്നറിയപ്പെടുന്നത് ഏകദേശം 30 വർഷമാണെന്ന് വിചാരിക്കുക. 30 വർഷം. അത് റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഏകദേശം 15 വർഷം എടുക്കുമെന്ന് വിചാരിക്കുക. ആ ചെടി വളർന്നിട്ട് അടുത്ത ജനറേഷന് വേണ്ടി റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഫ്ലറിഷ് ചെയ്യണമെങ്കിൽ 15 വർഷമെങ്കിലും, 15 പോട്ട് ഒരു 5 വർഷം എടുക്കണമെന്ന് വിചാരിക്കുക. 5 വർഷം ഫ്ലറിഷ് ചെയ്യണമെങ്കിൽ 5 വർഷമെങ്കിലും എടുക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ജനറേഷൻ നമുക്ക് ഈ 5ാമത്തെ കൊല്ലം കിട്ടും. രണ്ടാമത്തെ ജനറേഷൻ ഉണ്ടെങ്കിൽ 10 കൊല്ലം കഴിയണം. അതിന്റെ മൂന്നാമത്തെ ജനറേഷൻ ഉണ്ടെങ്കിൽ 15 കൊല്ലം കഴിയണം. 15 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ജനറേഷൻ എടുത്തോളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇത്രയും സമയം എടുക്കുക എന്ന് പറയുന്നത്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്, എക്സാമ്പിൾ പറഞ്ഞതാണ് ഇത്രയും സമയം എടുക്കുന്നതെന്ന്. അതുകൊണ്ടാ പറഞ്ഞേ ലോങ്ങർ ലൈഫ് സ്പാൻ ഉള്ള ഓർഗാനിസത്തിലൊന്നും നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഷോർട്ടർ ലൈഫ് സ്പാൻ ഉള്ള ഓർഗാനിസത്തിലൊക്കെ നമുക്കിത് വളരെ വ്യക്തമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ പാഡിയൊക്കെ 3 മാസമൊക്കെ മതി അതിൽ നിന്നൊക്കെ ഔട്ട്പുട്ട് ഫുള്ളായിട്ട് കിട്ടുന്നതിന് വേണ്ടി. പാഡി, നെല്ലിൽ നിന്നും അതിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ അത്രയും മതി. പക്ഷെ ലോങ്ങർ ലൈഫ് സ്പാൻ ഓർഗാനിസം ഈ പ്രോസസ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മൂന്നാമത്തത് ഈ സുപ്പീരിയർ റീകോമ്പിനൻസ് എന്ന് പറഞ്ഞില്ലേ, ആ സുപ്പീരിയർ റീകോമ്പിനൻസിൽ നമ്മൾ സെലക്ട് ചെയ്യണ്ടേ. സപ്പോസ് സെവറൽ അല്ലെങ്കിൽ ന്യൂമറസ് നമ്പർ ഓഫ് പ്രോജനീസിൽ നിന്നും ഇപ്പൊ 5 ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്താൽ അതിൽ നിന്നുമുള്ള സുപ്പീരിയർ റീകോമ്പിനെ നമുക്ക് വളരെ പെട്ടെന്ന് സെലക്ട് ചെയ്യാം. 5ന്റെ സ്ഥാനത്ത് 500 1000 ആണെങ്കിൽ പ്രോജനീസിന്റെ എണ്ണം 500 അല്ലെങ്കിൽ 1000 പ്രോജനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൽ നിന്നുമാണ് ഒരു റീകോമ്പിനെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അതൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ആയിരിക്കും. അപ്പൊ ന്യൂമറസ് നമ്പർ ഓഫ് പ്രോജനീസിൽ നിന്നും അതിന്റെ റീകോമ്പിനൻസിനെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റഡ് പ്രോസസ്. ന്യൂമറസ് നമ്പർ ഓഫ് പ്രോജനീസിൽ നിന്നും റീകോമ്പിനൻസ് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ആയിരിക്കും. അത് മൂന്നാമത്തെ ഡീമെറിറ്റ്. നാലാമത്തെ ഡീമെറിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നേറ്റീവ് വെറൈറ്റീസ്, നമ്മുടെ സ്വന്തം വെറൈറ്റീസ് എന്ത് ചെയ്യപ്പെടും, നമ്മുടെ നാട്ടിൽ നിന്നും നമുക്ക് നഷ്ടപ്പെട്ട് പോകും. സ്വന്തം വെറൈറ്റീസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അതിന്റെ എക്സാമ്പിൾ പറഞ്ഞു തരാം. നമ്മുടെ സൗത്ത് ഇന്ത്യൻ വെറൈറ്റി ആണ് ഇത്, സക്കാരം ഒഫിഷ്യനാരം എന്ന് പറഞ്ഞത് അല്ലയോ, സൗത്ത് ഇന്ത്യൻ വെറൈറ്റിയാ. ഇനി നോർത്ത് ഇന്ത്യൻ വെറൈറ്റി ആണ് ഇത്, സക്കാരം ബാർബറി. അതില് സക്കാരം ഒഫിഷ്യനാരത്തിന് തിക് സ്റ്റെം ആയിരുന്നു. തിക് സ്റ്റെം ആണ്, പക്ഷെ ഇന്റർനോട് മാത്രം ചെറുതായി പോയി. സക്കാരം ബാർബറിയോ, സക്കാരം ബാർബറി എന്നറിയപ്പെടുന്നത് സ്റ്റെം തിന്നായിരിക്കും, പക്ഷെ ഇന്റർനോഡൽ ഇലോങ്ങേഷൻ കൂടുതൽ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരെ തമ്മിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു വെറൈറ്റി കിട്ടും. ആ പുതിയ വെറൈറ്റി തിക് സ്റ്റെമ്മും ആയിരിക്കും, ഇന്റർനോഡ് ഇലോങ്ങേറ്റഡും ആയിരിക്കും. ഇങ്ങനെ ഒരു വെറൈറ്റി നമുക്ക് കിട്ടിയേ. ഈ ഒരു വെറൈറ്റിയെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവർ രണ്ടുപേരെ ആരെങ്കിലും കൾട്ടിവേറ്റ് ചെയ്യോ? ഒഫിഷ്യനാരത്തെയും കൾട്ടിവേറ്റ് ചെയ്തില്ല, ബാർബറിയെയും കൾട്ടിവേറ്റ് ചെയ്തില്ല. പിന്നെ ആരെയും കൾട്ടിവേറ്റ് ചെയ്യോ? ഈ ബ്രീഡിനെ മാത്രമേ കൾട്ടിവേറ്റ് ചെയ്യൂ. അതുകൊണ്ട് നേറ്റീവ് വെറൈറ്റീസ് ഗെറ്റ്സ് എലിമിനേറ്റഡ്. ഇതാണ് ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞത്. ഓക്കേ, നോർമൽ പ്ലാന്റ് ബ്രീഡിങ്ങിന്റെ ഡീമെറിറ്റ്സുകളിൽ ആദ്യത്തേത് ടൈം കൺസ്യൂമിംഗ് പ്രോസസ്. ഒരുപാട് സമയം എടുക്കുന്നു. രണ്ടാമത്തേത് it is not applicable in those organisms which are having longer lifespan. Third one, from numerous number of progenies the selection of recombinants is a complicated process. And the last one, the native varieties gets eliminated. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഇതാണ് നോർമൽ പ്ലാന്റ് ബ്രീഡിങ്ങിന്റെ 4 ഡീമെറിറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കേ, എക്സാമിന് ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് ചോദിക്കാറുണ്ട്. ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ആദ്യം പറയുന്നത് പ്ലാന്റ് ബ്രീഡിങ്ങിന്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന്, പിന്നീട് പറയുന്നത് അതിന്റെ ഡ്രോബാക്സുകൾ എന്തൊക്കെയാണ്, ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന്. ഇത് തമ്മിൽ മിക്കപ്പോഴും എന്ത് ചെയ്യേണ്ട
മിക്സ് ചെയ്ത് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് മറന്നു പോകരുത് ഈ 4 പ്രോസസ്സുകൾ. ഒന്ന് ടൈം കൺസ്യൂമിംഗ് പ്രോസസ് ആണെന്നും ലോങ്ങർ ലൈഫ് സ്പാനുള്ള ഓർഗാനിസത്തിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നും റീകോമ്പിനൻസിനെ ഒരുപാട് പ്രോജനിൽ നിന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല എന്നും നെഗറ്റീവ് വെറൈറ്റീസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുള്ള കാര്യങ്ങൾ ആ ഡീമെറിറ്റ്സ് ഒരു കാരണവശാലും മറന്ന് പോകരുത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ ഇതിപ്പോ നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിന്റെ കാര്യമാണ് പറഞ്ഞത്. അടുത്ത ഇനി വേറെ ബ്രീഡിംഗ് ഉണ്ട്, അത് ഡിസീസ് റെസിസ്റ്റന്റ് പ്ലാന്റ്സിനെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന ഈ 5 സ്റ്റെപ്പ് ഇതിന് മുന്നേ പഠിച്ച ആ 5 സ്റ്റെപ്പ് പഠിക്കുകയാണെങ്കിൽ അടുത്ത പ്രോസസ് പഠിക്കാൻ എളുപ്പമാണ്. കാരണം അതിന് ചെറിയ മാറ്റങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അതും പഠിച്ച് 2 ബോക്സും പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചാപ്റ്ററിലെ ഒരു ഹൃദയഭാഗം എന്നറിയപ്പെടുന്ന പോർഷൻ അങ്ങ് തീരും. ബാക്കിയുള്ള പോർഷൻസ് നമ്മുടെ +1 പോർഷൻസുമായിട്ട് കുറച്ച് ബന്ധമുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല. നിങ്ങൾ പഠിച്ചു കാണുമല്ലോ, പ്ലാന്റ് ഗ്രോത്ത് ആ ഹോർമോൺസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിഫറൻസിയേഷൻ, ഡീഡിഫറൻസിയേഷൻ, റീഡിഫറൻസിയേഷൻ, ടിഷ്യൂ കൾച്ചർ, അത് തന്നെയാണ് നമ്മൾ +2 കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുകയില്ല. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ